ഹായ് ഓൾ. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് AWSലെ IAM റോളാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് IAM യൂസറും IAM പോളിസി എന്താണ്, IAM റോൾ എന്താണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു തിയറീസ് ആയിട്ടും അതുപോലെ IAM യൂസറും പോളിസിയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺസോളിൽ IAM ഇവിടെ എൻ്റെ റീസെൻ്റ് ആക്ടിവിറ്റീസിലുണ്ട്. ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്തു. IAM ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസറിനൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. ഇതെൻ്റെ റൂട്ട് അക്കൗണ്ടാണ്, IAM യൂസർ അക്കൗണ്ട് അല്ല. IAM യൂസറിനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. IAM യൂസേഴ്സ് കണ്ടോ, നമ്മളൊരു യൂസർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഒരു യൂസർ ഉണ്ട്, 3 റോൾസ് ഉണ്ട്. അത് ഇതിൻ്റെ അകത്ത് ബൈ ഡിഫോൾട്ട് ഉണ്ടാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. യൂസേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, ടെസ്റ്റ് യൂസർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് യൂസർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ യൂസറിന് നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിലാണ് പോളിസിയാണ് നമ്മൾ കൊടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പെർമിഷൻസ് ഗ്രൂപ്പ് കണ്ടോ, പെർമിഷൻ എന്താണ്, ആമസോൺ EC2 ഫുൾ ആക്സസ്, S3 ഫുൾ ആക്സസ്, IAM യൂസർ. ഓക്കെ, S3 EC2 ഫുൾ ആക്സസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ യൂസറിന് കൊടുത്തേക്കുന്നത് അല്ലേ. അതിൽ S3 ഫുൾ ആക്സസും EC2 ഫുൾ ആക്സസും ഗ്രൂപ്പിനാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ, യൂസർ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഓപ്സ് ടീമിൻ്റെ ഗ്രൂപ്പാണ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പെർമിഷൻസ് ഗ്രൂപ്പിൽ നിന്ന് ഒരു പെർമിഷൻ എടുത്ത് കളയുന്നുണ്ട്. S3യുടെ പെർമിഷൻ ഞാൻ റിമൂവ് ചെയ്ത്, S3യുടെ പെർമിഷൻ റിമൂവ് ചെയ്ത് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ആ ഗ്രൂപ്പിൽ കണ്ടോ, ഇത് ഗ്രൂപ്പാണ്. ഓപ്സ് ടീം എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഇപ്പോൾ ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ടാവുന്ന പെർമിഷൻ എന്ന് പറയുന്നത് EC2 ഫുൾ ആക്സസ് ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ആരാളുള്ളത്, ഗ്രൂപ്പിൽ വരുന്ന യൂസർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് യൂസറാണ്. അപ്പോൾ ഈ ടെസ്റ്റ് യൂസറിന് ഇനി ഉണ്ടാകുന്ന പെർമിഷൻ എന്തായിരിക്കും കണ്ടോ, EC2 ഫുൾ ആക്സസ് ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ ഒരിക്കലും എന്തുണ്ടായിരിക്കില്ല, S3യോ RDSോ മറ്റ് റിസോഴ്സസിലൊന്നും യാതൊരു രീതിയിലുള്ള ആക്സസ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ടെസ്റ്റ് യൂസറിന് ഫുൾ ടൈം വേണ്ട, ഒരു പ്രത്യേക ടൈമിൽ എന്ത് ചെയ്യണം, കുറച്ച് നേരത്തോട്ട് ആ ഒരു S3 ബക്കറ്റും കൂടെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ വേണം. ഓക്കെ, അതായത് ഡെവലപ്പേഴ്സ് എന്തെങ്കിലുമൊക്കെ ഇടുന്നതോ എന്തെങ്കിലും കാര്യത്തിന്, എന്തെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യാനോ എന്തെങ്കിലും ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മേ ബി S3 ബക്കറ്റിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ബക്കറ്റിൽ ഒബ്ജക്റ്റിനെ ലിസ്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. ഈ ഒരു ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യണം, പുള്ളിക്കാരനെ S3 ബക്കറ്റിൽ ഇടയ്ക്ക് മതി, എല്ലായ്പ്പോഴും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടൈം, ഒരു ടെമ്പററി ആക്സസ്സാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ മുന്നേ ഓൾറെഡി പഠിച്ചതാണ് റോൾസ്. ഓക്കെ, അപ്പോൾ റോൾസിൽ ഞാൻ വരുന്നത്, അപ്പോൾ റോൾസിലൂടെ ഓൾറെഡി 3 റോളുകൾ കാണുന്നുണ്ട്. റോൾസ് ഫോർ ഇലാസ്റ്റിക് ലോഡ് ബാലൻസിങ്. ഓക്കെ, ഈ റോളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവുന്നതാണ്. അത് ഞാൻ മുന്നേ നമ്മൾ ലോഡ് ബാലൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നിങ്ങളതിൽ മേ ബി ഈ 2 കാണാൻ ചാൻസ് ഉണ്ട്. ട്രസ്റ്റഡ് അഡ്വൈസറും AWS സർവീസ് റോൾ ഫോർ സപ്പോർട്ട്, ഈ 2 റോൾ മേ ബി നിങ്ങളതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അത് സർവീസ് ലിങ്ക്ഡ് റോളുകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മളുടേതായിട്ടുള്ള റോള് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് റോള് കൊടുത്തു. അപ്പോൾ ഈ റോള് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ IAMനെ കുറിച്ച് പറഞ്ഞപ്പോൾ, IAM റോളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഒരു യൂസറിന്, എക്സ്റ്റേണൽ യൂസറിന് അല്ലാണ്ടെങ്കിൽ നമ്മളുടെ AWSൻ്റെ അകത്തുള്ള ഒരു IAM യൂസറിന് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു IAM റോള് ക്രിയേറ്റ് ചെയ്യാം അല്ല, ഒരു പെർട്ടിക്കുലർ നേരത്തേക്ക് ഒരു IAM റോള് ക്രിയേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ AWSൻ്റെ അകത്ത് ഒരുപാട് സർവീസസ് ഉണ്ട്. ഇത്തരം സർവീസസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, IAM റോള് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ EC2 എന്ന് പറയുന്ന സർവീസിന് S3യുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, S3യിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ 2 സർവീസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട പെർമിഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോളിൽ ക്രിയേറ്റ് ചെയ്തിട്ട് EC2ന് അറ്റാച്ച് ചെയ്യുന്നത് പോസിബിളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ലാംഡ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ലാംഡ മേ ബി DynamoDB എന്നൊക്കെ എന്തെങ്കിലും റൈറ്റ് ചെയ്ത് കൊണ്ടുവരണം, എന്തെങ്കിലും റൈറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മറ്റ് സർവീസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AWS സർവീസ് എന്ന് പറയുന്ന ഈ ട്രസ്റ്റഡ് കണ്ടോ, ട്രസ്റ്റഡ് പോളിസി, അവിടെ ട്രസ്റ്റഡ് എൻറ്റിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ AWS അക്കൗണ്ട്, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു 2 അക്കൗണ്ടുകൾ തമ്മിൽ റോളിൽ പറഞ്ഞായിരുന്നു. മറ്റൊരു AWS അക്കൗണ്ടിൽ നിന്നും നമ്മുടെ AWS അക്കൗണ്ടിലോട്ട് എന്തെങ്കിലും ആക്സസ് കാര്യങ്ങൾ പെർമിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ക്രോസ് അക്കൗണ്ട്, മറ്റ് പല അക്കൗണ്ടുകളും. വെബ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഗൂഗിള്, മൈക്രോസോഫ്റ്റ് ഇവരുടെയൊക്കെ എന്താ പറയുക ഇമെയിൽ അഡ്രസ്സിനൊക്കെ ആ രീതിയിലൊക്കെ നമുക്ക് പുറത്ത് നിന്നും ഫെഡറേറ്റഡ് ആയിട്ട് വരുന്ന ഐഡൻറ്റിറ്റീസിന് റോള് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സാമൽ2 എന്ന് പറയുന്നത് ആക്റ്റീവ് ഡയറക്ടറി അങ്ങനെയുള്ള ഫെഡറേഷനാണ്. പിന്നെ കസ്റ്റം ട്രസ്റ്റ് പോളിസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമായിട്ട് ഒരു ട്രസ്റ്റ് പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ AWSൻ്റെ അകത്ത് തന്നെയുള്ള ഒരു യൂസറാണ്. അപ്പോൾ അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു റോള്. ഇവിടെ ഞാനിപ്പോൾ AWS സർവീസാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം യൂസ് കേസ്. അലോ ആൻ AWS സർവീസ് ലൈക്ക് EC2, Lambda ഓർ അതർ ടു പെർഫോം ആക്ഷൻ ഇൻ ദിസ് അക്കൗണ്ട്. കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സർവീസിന് EC2 വേണമെന്നുണ്ടെങ്കിൽ ഈ റോള് അറ്റാച്ച് ചെയ്യാം. ഒരു റോള് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ആ റോളിൽ എനിക്ക് എന്താണോ വേണ്ടത് അതവിടെ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ EC2 S3 കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലാണ്ട് EC2 S3യുടെ ഒബ്ജക്റ്റുകൾ എനിക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിനുള്ള പെർമിഷൻ കൊടുക്കാം. അതല്ല തന്നെ ലാംഡ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യണം, ഡൈനാമോ DBയിൽ എന്തെങ്കിലും ഡാറ്റാബേസിൽ റൈറ്റ് ചെയ്യണം, എന്തെങ്കിലും ഡാറ്റ റൈറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സർവീസസ് ടു സർവീസ് രീതിയിലുള്ള റോളുകളും ക്രിയേറ്റ് ചെയ്യുന്നത് പോസിബിളാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് EC2ൻ്റെ മെറ്റാഡാറ്റയിൽ ഇപ്പോൾ ഞാൻ EC2നാണ് റോള് ക്രിയേറ്റ് ചെയ്തത്. EC2ൻ്റെ മെറ്റാഡാറ്റയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇലാസ്റ്റിക് IP ഓട്ടോമാറ്റിക്കായിട്ട് അറ്റാച്ച് ആവണം. ഓക്കെ, നമ്മുടെ ഫർദർ മൂവിങ് ഈ ടാസ്കുകളൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ EC2ന് എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട റോളുകൾ, പെർമിഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാനുള്ള റോളുകൾ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പോസിബിളാണ്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, കസ്റ്റം ട്രസ്റ്റ് പോളിസിയാണ്. കസ്റ്റം ട്രസ്റ്റ് പോളിസി ഇവിടെ മറ്റൊരു ടാബിൽ കാണിക്കാം. അതായത് നമ്മുടെ അടുത്തൊരു IAM യൂസർ ഉണ്ട് അല്ലേ, ടെസ്റ്റ് യൂസർ എന്ന് പറയുന്ന ഒരു IAM യൂസർ ഉണ്ട്. ഈ യൂസറിന് ഇപ്പോൾ ഉള്ള പെർമിഷൻ എന്താണ്, പെർമിഷൻ എന്ന് പറയുന്നത് EC2 ഫുൾ ആക്സസ്സാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഈ യൂസറിന് S3 ആക്സസും കൊടുക്കണം. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് തോന്നും അത് ഇവിടെ ആഡ് ചെയ്താൽ പോരെയെന്ന്. ആഡ് ചെയ്താൽ മതി, പ്രശ്നമില്ല. പക്ഷെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നത്തേക്കുമായിട്ടുള്ള ഒരു പെർമിഷൻ ആയിരിക്കും. നമ്മൾക്ക് എന്താ വേണ്ടത്, ഒരു പർട്ടിക്കുലർ കുറച്ച് നേരത്തോട്ട് പുള്ളിക്കാരന് ആ ഒരു പെർമിഷൻ കിട്ടണം. ഓക്കെ, അതായത് IAMൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണ്, ലീസ്റ്റ് പ്രിവിലേജ്. എപ്പോഴും നമ്മൾ വാരിക്കോരി പ്രിവിലേജ് കൊടുക്കാതെ ഏറ്റവും ചെറിയ രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് എന്താ പറയുക, അങ്ങനത്തെ വളരെ സെക്യൂർഡ് ആയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റോള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് റോള് കൊടുത്ത് നമുക്ക് AWS സർവീസ് ഒന്നുമല്ല, നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ യൂസറിനാണ് എന്ത് ചെയ്യേണ്ടത്, റോള് ക്രിയേറ്റ് ചെയ്യേണ്ടത്. AWS അക്കൗണ്ട് കാര്യങ്ങളൊന്നുമല്ല, വെബ് ഐഡൻറ്റിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് കസ്റ്റം ട്രസ്റ്റ് പോളിസി ഞാൻ സെലക്ട് ചെയ്തു. കസ്റ്റം ട്രസ്റ്റ് പോളിസിയിൽ ഇവിടെ പ്രിൻസിപ്പിൾ കാണാം. പ്രിൻസിപ്പിൾ കണ്ടോ, SID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ID ആണ്. അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. എഫക്റ്റ് അലോ ഓർ ഡിനൈ, ഇത് രണ്ടുമാണ് വരിക. നമുക്കിവിടെ അലോ ആണ് ചെയ്യേണ്ടത്, അതാണ് അലോ കൊടുത്ത്. പ്രിൻസിപ്പിൾ മീൻസ് ആർക്കാണ് ഇത് ഈ ഒരു എന്താ പറയുക ഈ ഒരു റോൾ നമ്മൾ അസൈൻ ചെയ്യണത്, അതാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് ലെവൽ, റീഡ്, റൈറ്റ്, ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ഗെറ്റ് അസ്യൂം റോള് വിത്ത് സാമൽ ഐഡൻറ്റിറ്റി. ആഡ് പ്രിൻസിപ്പിൾ കണ്ടോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിൻസിപ്പിൾ ആഡ് ചെയ്യാൻ കഴിയും. AWS അക്കൗണ്ട് ആൻഡ് റൂട്ട് യൂസർ, IAM റോൾ സെഷൻ, IAM യൂസറിന് കണ്ടോ ARN AWS ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ കാണിച്ചു തരാം, കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ടെസ്റ്റ് യൂസറിനാണ് എന്ന് ഈ പ്രിൻസിപ്പളിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസറിൽ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് യൂസർ ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞായിരുന്നു എല്ലാ റിസോഴ്സസിലും എന്തുണ്ടായിരിക്കും, ഒരു ARN ഉണ്ടായിരിക്കും. ARN മീൻസ് ആമസോൺ റിസോഴ്സ് നെയിം. ഓക്കെ, ഈ ARN ആണ് നമ്മൾ എന്ത് ചെയ്യുക, പലപ്പോഴായിട്ട് നമ്മുടെ പ്രോഗ്രാമാറ്റിക് സൈഡിൽ ഇപ്പോൾ JSON പോളിസിയിൽ എഴുതുന്നത് അല്ലാണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് എന്ത്, ക്രെഡൻഷ്യലാണ് എന്ത്, ഈ ARN. ഞാൻ ഈ ARN ജസ്റ്റ് കോപ്പി ചെയ്തു. ആ ARN നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. AWS ഇതുണ്ട്,
ഇവിടെ ARN കൊടുത്തു. ARN കണ്ടോ, AWS ഇവിടെ ARN കൊടുത്ത്. അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നേരത്തെ ഞാൻ ചെയ്തതുപോലെ ആഡ് പ്രിൻസിപ്പളിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ IAM യൂസർ ഉണ്ട്, ARN IAM അക്കൗണ്ട് യൂസർ നെയിം, ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. ഓക്കെ, അതിവിടെ ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം ഒക്കെ കൊടുക്കണം എന്നുള്ളൂ. നമ്മുടെ ടെസ്റ്റ് യൂസറിന് ഇവിടെ കൊടുത്താൽ മതി. ടെസ്റ്റ് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ യൂസറിൻ്റെ ARN എടുത്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ അക്കൗണ്ട് ID, യൂസർ/ടെസ്റ്റ് യൂസർ. സെയിം കാര്യമാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആക്ഷൻ എന്താണ്, STS അസ്യൂം റോള്, നമുക്ക് റോള് അസ്യൂം ചെയ്യാനാണ്. എറർ റിപ്രിന്റ് invalid principal key, the principal key AW is not valid. ഞാൻ ആ ARN മാത്രം കൊടുത്തു. ഫിക്സ് ഓൾ സിൻടാക്സ് എറർ. ഇവിടെ ആഡ് പ്രിൻസിപ്പിൾ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ IAM യൂസർ കൊടുത്ത് യൂസറിൻ്റെ നെയിം എന്താണ്, ടെസ്റ്റ് യൂസർ. അക്കൗണ്ട് കണ്ടോ 2569 സെയിം ആണ് ഇവിടെയും കിട്ടുക, 2569. അക്കൗണ്ട് ID ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തു, അക്കൗണ്ട് ID ഇവിടെ പേസ്റ്റ് ചെയ്തു. ആഡ് പ്രിൻസിപ്പിൾ കൊടുത്തപ്പോൾ അതിവിടെ ആഡ് ആയിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിലാണ് ആഡ് ആയിട്ടുള്ളത്. കൊടുത്ത പോലെ തന്നെ ഒരു ബ്ലോക്ക് ജസ്റ്റ് താഴോട്ട് എഴുതിയെന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഇത് നമ്മൾ റോളിൻ്റെ കസ്റ്റം ട്രസ്റ്റ് പോളിസിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ താഴെ എന്ത് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇനി ഈ റോളിൽ എന്തൊക്കെ പെർമിഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ എന്താ പറയുക, നമുക്ക് S3 ഫുൾ ആക്സസ് ജസ്റ്റ് കൊടുക്കാം. ആക്സസ് ഞാനിവിടെ നെക്സ്റ്റ് കൊടുത്തു. റോളിനൊരു നെയിം കൊടുക്കാം, S3 ആക്സസ് റോൾ എന്ന് കൊടുക്കുന്നുണ്ട്. S3 ഫുൾ ആക്സസ് റോൾ പേസ്റ്റ് ചെയ്തു. നമുക്ക് നമ്മളുടെ റോൾ ഇവിടെ കാണാം. റോളിലുള്ള പെർമിഷൻ എന്താ കൊടുത്തെന്ന് ഇവിടെ കാണാം. എന്തെങ്കിലും ഒരു ടാഗ് നെയിം വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് റോൾ കൊടുത്തു. റോൾ S3 ഫുൾ ആക്സസ് റോൾ ക്രിയേറ്റഡ്. നമ്മുടെ യൂസറിന് നമുക്ക് എന്താ അറിയാം, ഓൾറെഡി ഈസി ടു ആക്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലോട്ട് ജസ്റ്റ് നമുക്ക് റൂട്ട് IAM യൂസറായിട്ട് ഒന്ന് ലോഗിൻ ചെയ്യാം. ലോഗിൻ ID ഇവിടെ ഉണ്ട്. ഞാൻ ഇൻകോഗ്നിറ്റോ എടുക്കുന്നുണ്ട്. ടെസ്റ്റ് യൂസറായിട്ട് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഇതുവരെ ഞാൻ റൂട്ട് യൂസർ ആയിരുന്നു. അവിടെ നിന്നാണ് ഞാൻ റോള് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ടെസ്റ്റ് യൂസറായിട്ട് ഞാൻ എന്ത് ചെക്ക് ചെയ്യാണ്, നമുക്ക് EC2 ഫുൾ ആക്സസും S3 ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം, EC2 ഫുൾ ആക്സസ് എവിടെയാണ്, നമ്മളുടെ IAM യൂസറാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. S3 ഫുൾ ആക്സസ് റോളായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. ടെസ്റ്റ് യൂസർ പാസ്വേഡ് കൊടുത്തു. കാര്യമായി. ഇപ്പോൾ നമ്മളെന്താണ്, IAM യൂസറാണ്, റൂട്ട് യൂസറല്ല. കാരണം ഇവിടെ കാണാം ടെസ്റ്റ് യൂസറായിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ളത്. പല ഏരിയകളിലും നമുക്ക് ആക്സസ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, EC2 എടുക്കുന്നുണ്ട്. EC2 നമുക്ക് എന്തായിരിക്കും, ഫുൾ ആക്സസ് ആയിരിക്കും അല്ലേ, നമ്മൾ ഈ യൂസറിന് അറ്റാച്ച് ചെയ്തതാണ്. EC2ൽ നമുക്ക് ഫുൾ ആക്സസ് ആയി. ഇൻസ്റ്റൻസസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റൻസസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാം. കണ്ടോ, ഒരു സ്റ്റോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റൻസ് ഉണ്ട്. നമുക്ക് പുതിയ ഇൻസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, ഡെഫിനറ്റ്ലി കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഫുൾ ആക്സസ്സാണ്. S3യിലെ ആസ് ഓഫ് നോ നമ്മൾക്ക് എന്താണ്, ആക്സസ് ഉണ്ടാവത്തില്ല അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ക്രിയേറ്റ് ബക്കറ്റ്, ഞാൻ S3യിൽ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. ജനറൽ പർപ്പസ് ഒരു പേര് കൊടുത്തതാണ്. താഴെ വന്ന് ഞാൻ ക്രിയേറ്റ് ബക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ,
ഫെയിൽഡ് ടു ക്രിയേറ്റ് ബക്കറ്റ്, എനിക്ക് ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അല്ലേ. നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഈ പുള്ളിക്കാരന് ഐ എം റോൾ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ പുതിയൊരു ഓപ്ഷൻ സ്വിച്ച് റോൾ ഉണ്ടോ. ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ സ്വിച്ച്, അതായത് നമുക്ക് റോൾ സ്വിച്ച് ചെയ്യാം. ഞാനിപ്പോൾ സ്വിച്ച് റോൾ കൊടുത്തു. അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഇനി എന്തായിരിക്കും, നമ്മൾ ആ റോളിലോട്ട് സ്വിച്ച് ചെയ്യാണ്. അക്കൗണ്ട് ഐ ഡി കൊടുക്കണം, ഐ എം റോൾ നെയിം കൊടുക്കണം, ഡിസ്പ്ലേ നെയിം കൊടുക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അത് കൊടുക്കാം. അക്കൗണ്ട് ഐ ഡി എന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ട് ഐ ഡി ഞാൻ കൊടുത്തു. ദ 12-digit അക്കൗണ്ട് നമ്പർ ഓർ ദി ഏലിയാസ് ഓഫ് ദ അക്കൗണ്ട് ഇൻ വിച്ച് ദ റോൾ എക്സിസ്റ്റ്. ഞാൻ എന്ത് ചെയ്തു, ആ റോൾ നിൽക്കുന്ന അക്കൗണ്ടിൻ്റെ ഐ ഡി കൊടുത്തു. അപ്പോൾ നിങ്ങൾ പലപ്പോഴും AWS വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്താണോ അവർ പറയുന്നത് അത് നല്ല പ്രോപ്പറായിട്ട് ഒന്ന് റീഡ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് ദ നെയിം ഓഫ് ദ റോൾ ദാറ്റ് യു വാണ്ട് ടു അസ്യൂം വിച്ച് ക്യാൻ ബി ഫൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ റോൾസ് ARN. ഫോർ എക്സാമ്പിൾ പ്രൊവൈഡ് ദ ടെസ്റ്റ് റോൾ നെയിം ഫ്രം ദ ഫോളോയിങ്. കണ്ടോ, ആ ARNൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള ഈ ഒരു പേര് ഇവിടെ കൊടുക്കാൻ. അതായത് നമ്മുടെ റോളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റോളിൻ്റെ ARN കിട്ടും. നമ്മുടെ S3 ഫുൾ ആക്സസ് റോളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ARN ഉണ്ടായിരിക്കും. അതിൻ്റെ ARNൻ്റെ ഈ ഒരു പേര് ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു, ഞാൻ ഇവിടെ കൊടുത്തു. ഡിസ്പ്ലേ നെയിം ഉണ്ട്, ഡിസ്പ്ലേ നെയിം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ നെയിം ഇത് തന്നെ ഞാൻ ജസ്റ്റ് കൊടുത്തു. ഡിസ്പ്ലേ കളറൊക്കെ ഓപ്ഷനിലാണ്, ഏതെങ്കിലും കളർ വേണമെന്ന് ചൂസ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നത്, സ്വിച്ച് റോൾ കൊടുത്തു. സ്വിച്ച് റോൾ S3 മാനേജ്മെൻറ്റ് കൺസോളിലൊക്കെ ക്രിയേറ്റ്. ഇപ്പോൾ എന്താണ് കണ്ടോ, ഇവിടെ S3 ഫുൾ ആക്സസ് റോളായിട്ടാണ് ഞാൻ മാറിയിട്ടുള്ളത്. ടെസ്റ്റ് യൂസറിന് പുള്ളിയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു റോളിൻ്റെ ആ ഒരു പ്രിവിലേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞ്. ഇവിടെ നോക്കിയാൽ അറിയാം, കറൻ്റ്ലി ആക്റ്റീവ് ആസ്, ഞാനിപ്പോൾ എന്താണ് ആക്റ്റീവായിട്ട് ആ റോളായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അക്കൗണ്ട് ഐ ഡി ഇവിടെ നിന്നുണ്ട്. എനിക്കിനി ബാക്കിലോട്ട് തന്നെ സ്വിച്ച് ബാക്ക് ചെയ്യാം. ഓക്കെ, അതായത് EC2 ഫുൾ ആക്സസ് മാത്രമുള്ള ആ പവറിലോട്ട് എനിക്ക് പോവാം. ഇപ്പോൾ എനിക്ക് സ്പെഷ്യൽ പവറാണ്, അത് S3 ഫുൾ ആക്സസ് ചെയ്യാനുള്ള പവർ ഉണ്ട് അല്ലേ. അതൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ക്രിയേറ്റ് ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ കൊടുത്ത പോലെ തന്നെ ഓപ്സ് S3 ഡെമോ ബക്കറ്റ് എന്ന് കൊടുത്ത് യുണീക്ക് നെയിം ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ലെങ്തി ആയിട്ടുള്ള നെയിം കൊടുത്തത്. നമ്മൾ ചുമ്മാ ടെസ്റ്റ് അല്ലാണ്ട് ബാഷ് ഓപ്സ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. കണ്ടോ, ഇപ്പോൾ നമുക്ക് ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ബക്കറ്റ് ക്രിയേറ്റ് ആയി. ഓക്കെ, ഈ ബക്കറ്റ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ബാക്കിലോട്ട് തന്നെ പോവാണ്, സ്വിച്ച് ബാക്ക് ചെയ്യാണ്. ഓക്കെ, ഞാൻ സ്വിച്ച് ബാക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾക്ക് എന്തുണ്ടായിരിക്കുള്ളൂ, ടെസ്റ്റ് യൂസറായിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നത്. നമ്മൾക്ക് EC2 ആക്സസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. എനിക്കിവിടെ എൻ്റെ ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് കാണാനുള്ള പെർമിഷൻ ഇല്ല. ബക്കറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തതുപോലെ ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ എനിക്കിവിടെ ഇല്ല. ഇനി എനിക്ക് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ കുറച്ച് നേരത്തോട്ട് ഞാൻ ആ റോളായിട്ട് മാറണം. അപ്പോൾ ഇവിടെ റോളിൻ്റെ പേര് കാര്യങ്ങൾ മുന്നേ കൊടുത്തതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ഐ ഡി കൊടുത്തു, റോള് കൊടുത്തു, ചെയ്തു സ്വിച്ച് റോൾ. ഞാൻ എന്ത് ചെയ്തു, റോളായിട്ട് സ്വിച്ച് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബക്കറ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാം. എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. കൺഫേം ചെയ്തു, ഡിലീറ്റ് ബക്കറ്റ്. അപ്പോൾ നമ്മൾ റോളും മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആണെന്ന് മനസ്സിലായോ. ഇനി നമുക്ക് ഈ യൂസറിനെ തന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ യൂസർ ഡിലീറ്റ് ചെയ്യാം. ടെസ്റ്റ് യൂസർ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എൻ്റർ യൂസറിനെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റിംഗ് യൂസർ, ടെസ്റ്റ് യൂസർ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അതിന് ക്രിയേറ്റ് ചെയ്ത റോള് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാം. S3 ഫുൾ ആക്സസ് റോൾ ഞാൻ എടുത്ത് കളഞ്ഞു.
പോളിസീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കസ്റ്റം പോളിസീസ് കുറച്ചെണ്ണം ഉണ്ട് അല്ലെ. ഓൾ ടൈപ്പിൽ WS മാനേജ്ഡ് ജോബ് ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, യൂസർ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്രൂപ്പും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഓപ്സ് ടീം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഞാൻ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്തു, റോള് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, പോളിസി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ റോള് എങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ കവർ ചെയ്തു. അപ്പോൾ ഇതേ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ റോൾ ബാക്ക് ചെയ്യാം, നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, ഡിസ്ട്രോയ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ IAM എന്താണ്, ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ്. ഒരു ഐഡൻറ്റിറ്റിയും നമുക്ക് AWS അക്കൗണ്ടിനകത്തുള്ള ആക്സസും കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് എന്ത് ചെയ്യുന്നത്, IAM സർവീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളതാണ്. നമുക്ക് പല കാര്യങ്ങൾക്കും പല രീതിയിലും നമ്മൾ IAM പോളിസിയും കാര്യങ്ങളൊക്കെ വളരെ ലീസ്റ്റ് പ്രിവിലേജ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കും.